അങ്ങനെ ഞാൻ തിരിച്ചറിയാത്ത ആളായിട്ടില്ല. കാരണം എന്നെ അങ്ങനെ എല്ലാവർക്കും അറിയില്ല എന്നാണ് എൻ്റെ ഒരു, എന്നെ പോലെ തന്നെ ഒത്തിരി ആൾക്കാർ കാണുമായിരിക്കും. ഹലോ സാറേ, നമസ്കാരം. ഞാൻ ബിനുവാ. അടിമാലിക്ക് വന്നില്ല സാറേ. സാറിന് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഏതായിരിക്കും? വോയിസിൽ പാടും, അവിടുത്തെ ഒരു ഉമ്മയും കൊടുക്കും. തല്ലിത്തോപ്പിക്കാനോ ജയിച്ചു കാണിക്കാനോ തിരിച്ചു വന്നതല്ല. ഞാനന്ന് ആഞ്ഞു ചവിട്ടിക്കഴിഞ്ഞാൽ കച്ചേരിക്ക് കൊട്ടി നിർത്ത പോലെ ഇതും നിലക്കും. അപ്പം നമ്മൾ പുതിയതായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ അംഗീകരിക്കാനും നമ്മളോടൊരു എന്താ ഇടപഴകാനൊക്കെ നമ്മൾ മാറ്റി നിർത്തുന്ന ഒരു സെറ്റപ്പ് വരും. എനിക്ക് അങ്ങോട്ട് ഭയങ്കര വിഷമമായി. ആരെന്നെ കണ്ടിട്ടുണ്ട് ഏഷ്യനെറ്റിന്റെ ഒക്കെ പ്രോഗ്രാം, അവാർഡ് നൈറ്റിനൊക്കെ ഞാൻ ഷോസിൽ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ സീസൺ 1 തൊട്ട് അതിന്റെ പുറകെ ഇറങ്ങണം. ഇതുവരെ ഞാൻ ഈ വിളിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഒഴിവാക്കണം നമ്മുടെ മനസ്സിൽ. പിന്നെ ഈ രാജേഷ് അടിമാലി എന്നുള്ളത് എപ്പോഴായിരിക്കും അടിമാലി എന്നുള്ളൊരു ടൈറ്റിൽ ചേർത്തത്? അത് ഞാൻ മിമിക്രിയിൽ കയറിയപ്പോൾ നേരത്തെ പാട്ടുകാരൻ വന്നപ്പോൾ രാജീവിനായിരുന്നു. നമുക്കിപ്പോൾ ഹിന്ദിയിൽ ഏതെങ്കിലും ആക്ടറിന് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ലൂസിഫറിലെ മോഹൻലാൽ സാറിന്റെ ഡയലോഗ് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തൊരു കാര്യമാണ്, അതിൽ വിവേക് ഒബ്രോയുടെ സൗണ്ടോ അങ്ങനെ ആരുടെയും. എനിക്കറിയാമല്ലോ, മലയാളത്തിൽ അതിന്റെ ശരിക്കും വിനീതേട്ടനാണ് അതിന്റെ വോയിസ് ചെയ്തേക്കുന്നത്. ഹിന്ദി എനിക്കറിയില്ല കേട്ടോ. വേണ്ട, അതില് ഡബ് ചെയ്തിട്ടുള്ള വോയിസ് ലൂസിഫറിൽ ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ള. ഫണ്ട് വരുമെന്ന് പറഞ്ഞു, ഫണ്ട് വന്നു. ജതിൻ രാംദാസ് വരുമെന്ന് പറഞ്ഞു, ജതിൻ രാംദാസ് വന്നു. തൊടും, ഇനിയും തൊടും. ജാൻവി എൻ്റെ മോളല്ല, നിന്റെ മോളാണ്. നിന്റെ അനിയനോട് പറയണോ? പറ. വർമ്മ അങ്കിളിനോട് പറയണോ, അതോ പോലീസിൽ പറയണോ? അതിനു മുമ്പ് നിന്റെ മോൾക്ക് സിറ്റിയിലെ എത്ര ഡ്രഗ് പെറ്റൽസുമായിട്ട് ബന്ധമുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഓ സൂപ്പർ. ഹിന്ദിന്ന് വെച്ചപ്പോ എനിക്ക് ആദ്യം കൂടി പോയി. ഞാൻ ഹിന്ദി ജയിക്കാൻ പെട്ട പാടെ എനിക്കറിയില്ല. +2 ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം എടുത്തത്. ഇപ്പൊ വിദ്യാഭ്യാസമൊക്കെ എവിടെ വരെയോ? അത് ഞാൻ വിടുവോ? BA എക്കണോമിക്സ് പഠിച്ചത്. കോതമംഗലം MA കോളേജിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ BA കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞു. പിന്നെ എന്താ പറയുക, പിന്നെ ഒരു ജോലിക്കൊക്കെ ആയിട്ട് ചെറിയ ജോലിക്കായിട്ട് പോയി. അതൊന്നും സെറ്റായില്ല. പിന്നെയും കല ദൈവം. ഏതായിരുന്നു അപ്പോൾ ചൂസ് ചെയ്ത ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്? അന്നേരം ചെയ്ത പണിയെന്ന് പറഞ്ഞാൽ ഈ സേവന കോർപ്പസ്. പെട്ടെന്ന് മാനേജരാമെന്നും പറഞ്ഞ് നമ്മൾ ഈ പേപ്പറിൽ പരസ്യം കണ്ടിട്ട് പോകില്ലേ, അതൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടായി. ഒത്തിരി അതൊക്കെ അവസ്ഥയാണ്. സേവന കോർപ്പൂർ എന്ന് പറഞ്ഞിട്ട് കമ്പനി ഭയങ്കര നമ്മുടെ ഈ കഷ്ടപ്പാട് എങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാന്ന് ഓർത്തിട്ടെ നമ്മള് പേപ്പറിൽ പരസ്യം കണ്ടു പോയതാ. അപ്പൊ അവർ ഈ വർത്താനം കേട്ട് നമ്മളിനകത്ത് വീണു, നിങ്ങൾ പെട്ടെന്ന് മാനേജറാവും അതേതാന്നൊക്കെ പറഞ്ഞ് ജോലിയിൽ സെറ്റിൽഡ് ആവുമെന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ പോയി. അവിടെ ചെന്ന് ഈ ഓരോ വീടുകളിൽ കൂടെ പോയി അറിയായിരിക്കും നിങ്ങളുടെയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടാവും. ഞാനല്ലാണ്ട് പല ആളുകൾ വന്നിട്ടുണ്ട്, ബാഗ് കിട്ടി പാവങ്ങൾ. ഞാൻ ഇപ്പം പല ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട് ഈ ഇവരുടെ അവസ്ഥ കാണുമ്പോഴേ. ഞാനപ്പോൾ ഇവരെ ഓർക്കുമ്പോൾ ദൈവമേ, ഞാൻ ഇതുപോലെ കഷ്ടപ്പെട്ട് നടന്നാണെന്ന്. എനിക്ക് പിന്നെ അന്ന് വർത്താനം പറയാറിയാവുന്നതുകൊണ്ട് എനിക്ക് അത്യാവശ്യം കച്ചവടം സെയിലുണ്ടാകും. അതിനകത്ത് നാക്കണം മെയിൻ. നമ്മൾ വർത്താനം പറഞ്ഞ ഓരോരുത്തർ എങ്ങനെയാണ് ഇതാക്കണം അനുസരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ ഓരോ വീടുകളിൽ കൂടെ ചിലപ്പോൾ നമ്മൾ ഈ രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാതായിരിക്കും പോകുന്നത്. ഈ കിട്ടുന്ന പൈസ ചിലപ്പോൾ വണ്ടി കാശ് മുടക്കി ഇവരൊക്കെ കൂടെയുള്ള ആൾക്കാർ വന്നേക്കാളും മുമ്പ് ലോങ് നമ്മളെവിടെയും പോകും. ചില ദിവസങ്ങളൊക്കെ വിൽക്കൊന്നുമില്ല. അപ്പോൾ ഈ വിൽക്കാതെ വരുന്ന ദിവസം നമുക്ക് ഈ വിറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ഭക്ഷണം കണ്ട് കഴിക്കണത്. ഭക്ഷണം ഞാൻ എന്താ പറയുക, ചിലപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കും, ചിലപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റില്ല. ചിലപ്പോൾ പൈപ്പൊക്കെ ഇല്ലേ, പൈപ്പിൽ നിന്നൊക്കെ വെള്ളം എടുത്ത് കുടിക്കും. ചിലപ്പം ചില വീട്ടിലുള്ള സാധനം മേടിക്കില്ല. അപ്പോൾ ആ ചേച്ചി വയ്ക്കും, മോനെ ഭക്ഷണം കഴിച്ചോന്ന്. ഞാൻ ഭക്ഷണം വിശന്നാലും ഞാൻ പറയും വേണ്ട ചേച്ചി, വെള്ളം ഉണ്ട് ശലം തരാൻ പറയും. അങ്ങനെ വെള്ളം കുടിക്കും. അങ്ങനെയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ അന്ന് നിർത്തി അങ്ങ് വിട്ടു പോകുന്നു. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടാമെന്ന് തോന്നുന്നു. ആദ്യമായിട്ട് ഓഡീഷന് പോയത് എവിടെയായിരിക്കും? ആ ഒരു അനുഭവം പറയാമോ? ആദ്യമായിട്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ അനുഭവം? ഞാൻ പറയാം. അപ്പോൾ ഈ ഐഡിയ സ്റ്റാർ സിംഗർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റാർ സിംഗർ തുടങ്ങി, അത് കഴിഞ്ഞു. സെക്കൻഡ് സീസൺ തുടങ്ങാം. അപ്പോൾ എല്ലാവരും മൊബൈലിൽ വന്ന് മെസ്സേജ് അയക്കണം. മെസ്സേജ് അയച്ചിട്ടൊരു പാട്ട് പാടാൻ പറയും. അപ്പോൾ ഓഡീഷനാണ് അത്. അപ്പോൾ അത്യാവശ്യം അവർ പറഞ്ഞ പാട്ട് നമ്മൾ അന്ന് ഐഡിയ ഭയങ്കര ഫെയിമായി നിൽക്കുന്നത്. ഐഡിയ സിനിമയില്ലേ ഫെയിമായിട്ട് നിൽക്കുന്ന സമയത്ത് അപ്പോൾ ഒരു പാട്ട് പാടാൻ പറയും. അപ്പോൾ നമ്മുടെ ഓരോ മിനിറ്റിന് ഇത്ര പൈസ വെച്ച് പോകും. അപ്പോൾ അവർ പറഞ്ഞൊരു പാട്ട് എനിക്ക് അറിയാവുന്ന പാട്ട്, ഞാനത് പാടി. അപ്പോൾ ഓക്കെ താങ്ക് യു, നിങ്ങളെ അടുത്ത ഓഡീഷന് വിളിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലാവും സെലക്ഷൻ കിട്ടി. അപ്പോൾ ഈ ഐഡിയ ശാസ്ത്രജ്ഞരുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അടിമാലിയിൽ അന്ന് ഇപ്പോൾ സ്റ്റാർ സിംഗിൽ ഫസ്റ്റ് ഉണ്ടായിരുന്ന അതിനകത്ത് പേരെനിക്ക് ഓർമ്മയില്ല,
2-3 പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു പാടാനായിട്ട്. അപ്പോൾ അവർ ചോദിച്ചു നാട്ടിലായാലും പാട്ട് പറഞ്ഞ ആരും ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് എനിക്കിങ്ങനെ കിട്ടിയേക്കുമല്ലേ, സെലക്ഷൻ കിട്ടിയേക്കല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഓഡിഷൻ കഴിഞ്ഞ് എനിക്ക് സെലക്ഷൻ കിട്ടിയേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരാ പുള്ളി അതുപോലെ തന്നെ അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുക. അടുത്ത നമ്മുടെ ടാർസൻ സീസൺ 2 നിങ്ങളുടെ നാട്ടുകാരൻ ഒരാളും കൂടി ഉണ്ടെന്നൊക്കെ പരിപാടി തുടങ്ങി. എന്നെ കാണണ്ടേ, എന്നെ അന്നേരം വിളിച്ചാലോ പിന്നെ വിളിച്ചു. നമ്മൾ ബേസിക് സംഗീതം ഒന്നും പഠിക്കാതെ അവിടെ പോയിട്ട് കാര്യം. പക്ഷേ എൻ്റെ എന്താ പറയുക, നമ്മൾക്ക് ദൈവം ഒരു സാധനം നമ്മൾ ചാനലിൽ ചെയ്യുന്ന ദൈവം എഴുതി വെച്ചാൽ നമ്മൾ ആ ചാനലെല്ലാം ചെയ്യും. ഇപ്പം തന്നെ കണ്ടില്ല നമ്മൾ എല്ലാ പരിപാടിയും ഒരിക്കലും ചെയ്യാൻ വേണ്ടി ഇരുന്നല്ല ഷോ, ഒരു ഐറ്റം ചെയ്യാൻ വേണ്ടി സൂപ്പർ ഫാമിലിയിൽ അങ്ങനത്തെ സംഭവം നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നല്ലാതെ. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ സതീഷ് സാറ് പറഞ്ഞു, രാജേഷ് നല്ലൊരു കണ്ടന്റ് രാജേഷ് ടൈലുണ്ടെങ്കിൽ ചെയ്ത് നമുക്ക് നല്ലത് ചെയ്യാം. അപ്പോൾ ഞാൻ സാറിന് ഇങ്ങനെ ഗായകരുടെ പറഞ്ഞത് ചെയ്ത് കേൾപ്പിച്ചു. അപ്പോൾ സൗണ്ടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പാടി കേൾപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ഗ്രൂമർ ഉണ്ട് ലാൽബാബു എന്ന് പറഞ്ഞു. ലാൽബാബു പറഞ്ഞാൽ നല്ലതാണ്, അളിനെ ഇത് ചെയ്തോ, ചിലപ്പോൾ ക്ലിക്കാവുമെന്ന് പറഞ്ഞു. അളിനെ ഇത് ചെയ്തോ, നല്ല രീതിക്ക് ചെയ്തോളാൻ പറഞ്ഞു. അതും ചെയ്ത് ചിലപ്പോൾ ക്ലിക്കാവുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ചെയ്താണ് ഇത് ഇപ്പോൾ ഈ മറ്റേ ക്ലിക്കായത്. ഈ ഗായകരെ പാടിയിട്ട് ക്ലിക്കായില്ല. ആരുടെയൊക്കെ കൂടെ ഷോ ചെയ്തിട്ടുണ്ടാവും? ഉണ്ണിമൂന്നിൻ്റെ കൂടെ, ശ്വേത ചേച്ചിയുടെ കൂടെ, പിന്നെ ദേവാനന്ദൻ്റെ കൂടെ ആഫ്രിക്കയിലെ ഒരു പ്രോഗ്രാം, അഖിലാനന്ദ് എല്ലാം പുറത്തുണ്ട്, 10 ഷോയാണ്. പിന്നെ വൈക്കം ലക്ഷ്മി ചേച്ചി ഒത്തിരി അടിച്ച നാദിഷിക കൂടെ എല്ലാവരും കൂടെ കൊണ്ട്. ഇപ്പം ഞാൻ പോണത് വിധു പ്രതാപേൻ്റെ കൂടെ, ജാസിച്ചേൻ്റെ കൂടെ പോകുന്നുണ്ട്, മധുശേൻ്റെ കൂടെ പോകുന്നുണ്ട്. പാടാനല്ല കേട്ടോ, ആങ്കറിങ് പ്ലസ് 1 മാച്ച്. അപ്പോൾ അവരെ നിർത്തിയിട്ട് അവരെ വോയിസിൽ പാടുമ്പോൾ നമുക്കെന്താ ഭയങ്കര റെസ്പോൺസ് കിട്ടും, ഓഡിയൻസ് നല്ല റെസ്പോൺസ്. ഇപ്പോൾ പ്ലേ ബാക്ക് സിംഗേഴ്സിൻ്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അഭിനയിക്കുക, അതല്ലാതെ ചെയ്യുന്ന വേറൊരു ഇതും കൂടെ അല്ലേ, കായികപരമായിട്ട് ക്രിക്കറ്റ് നന്നായിട്ട് കളിക്കില്ലേ? ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കും. ഫുട്ബോൾ കളിച്ച് കഴുത്തിൻ്റെ ഈ എല്ല് പൊടിഞ്ഞതാണ്, ഈ മുട്ട് പോയതാണ്. പിന്നെ അതുപോലെ ക്രിക്കറ്റ് കളി നിർത്തി, കാരണം പരിക്ക് ഉള്ളതുകൊണ്ട്. ഞങ്ങൾ മറ്റേ മിമിക്രി അസോസിയേഷൻ്റെ ടീം ഉണ്ടായിരുന്നു, സെലിബ്രിറ്റി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പിന്നെ നിർത്തി പതുക്കെ, കാലിന് ഇത് പരിക്കുള്ളതുകൊണ്ടേ. പിന്നെ അതേ നമ്മൾ കളിക്കാൻ പോകാൻ പേടിയാണ്, നമ്മൾ ഈ പ്രോഗ്രാമിനൊക്കെ പോകണല്ലേ. എന്തെങ്കിലും കളിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ പറ്റും. അവർക്ക് ഈ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഒത്തിരി നാളുകൂടി കളി നിർത്തി വെച്ചിട്ട് എന്നാൽ പിന്നെ വേറെ ഒരു വർക്കിനും പോകില്ല, ഈ പ്രോഗ്രാം കഴിഞ്ഞ് വന്ന നടന്ന് ഉറങ്ങില്ല. എന്നാൽ പിന്നെ കളിക്കാൻ പോകാന്ന് പറഞ്ഞ് രാവിലെ കളിക്കാൻ പോയതാ. അപ്പുറത്ത് വലിയ ആൾക്കാർ കളിക്കുന്നുണ്ട്, പിള്ളേർ സെറ്റ് കളിക്കുന്നുണ്ട്, അതായത് 10, 18, 25 വയസ്സ് താഴെ പിള്ളേർ കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു അവിടെ പോയി കഴിഞ്ഞാൽ എൻ്റെ കൈയും കാലും ഉറപ്പായിട്ട് ഓടിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോണില്ല. കുറച്ച് വലിയപ്പന്മാർ ഇവിടെ കളിക്കുന്നുണ്ട്, അതായത് 10, 60, 50 വയസ്സുള്ള ആളുകൾ എൻ്റെ നാട്ടിലെ അടിമാലി ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട്. അവിടെ പോയി കളിക്കാമെന്ന് വെച്ച് കളിച്ചതാ. കളി കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വയസ്സൻ മണ്ണ് കൂട്ടി ഒറ്റയടി. ഒരു 10 മിനിറ്റ് എനിക്കൊന്നും മനസ്സിലായില്ല. കുറച്ച് മൊത്തം കറങ്ങി വന്നു, മൊത്തം ഇങ്ങനെ കറങ്ങിയിട്ട് ഈ കണ്ണി അടി കൊണ്ട് വേനയ്ക്ക് ഞങ്ങൾ തിരുമ്മി കഴിഞ്ഞ് കണ്ണെല്ലാം കഴുകി കണ്ണ് ഞാൻ പോലാതെ വെള്ളം എപ്പോഴും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ എന്നാ കണ്ണിൽ നിറച്ച് സ്ക്രാച്ച്, ഈ മണലിൻ്റെ സ്ക്രാച്ച് വേണം. അപ്പോൾ അന്ന് എനിക്ക് പ്രോഗ്രാമുണ്ട്, ഒരു ചെറിയ ഇനാഗ്രേഷൻ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്കൂളിലാണ് വൈകിട്ട്. അപ്പോൾ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ എൻ്റെ കണ്ണിലിങ്ങനെ അടി കിട്ടി. എനിക്കിപ്പോൾ ഞാൻ കണ്ണ് ഫോട്ടോ കിട്ടും, സെൽഫി ഫോട്ടോ കിട്ടു കൊടുത്തു. ചേട്ടാ ഇങ്ങനെ പറ്റി ഈ ഒരാഴ്ച എങ്ങനെയും കണ്ണ് മൂടി കെട്ടി വെച്ചാലും വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു കണ്ണിൻ്റെ ഡോക്ടറുണ്ട്, പുള്ളിനെ വിളിച്ചു, സാറേ എനിക്ക് ഒരു അരമണിക്കൂർ നേരത്തേക്ക് എങ്ങനെയെങ്കിലും കണ്ണീന്ന് വെള്ളം വരാകിയിട്ട് ഒരു അപ്പം ഒരാഴ്ച കുഴപ്പമില്ല, മരവിക്കുന്ന ഒരു മരുന്ന് വെച്ചിരുന്നു, കണ്ണ് മരവിക്കാനായിട്ട് തന്നെ. ആ സാധനം ഒഴിച്ച് ഞാൻ എന്ത് പോയി പരിപാടി ചെയ്തു. നീ ഗെയിമിൻ്റെ ആരും മിണ്ടരുത്. സാരമില്ല. അപ്പോൾ ചേട്ടാ ഇനി ഈ ഷോകൾ വഴി അല്ലെങ്കിൽ ഈ ചാനലുകൾ വഴി ഇങ്ങനെ മ്യൂസിക് പാട്ട് പാടുക ഇതൊക്കെ വഴി ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ട് വന്ന് സംസാരിക്കുകയോ, പുറത്ത് നമ്മൾ അല്ലാതെ ഷോയ്ക്ക് അല്ലാതെ പോകുമ്പോൾ ആരെങ്കിലും തിരിച്ചറിഞ്ഞ് വന്ന് സംസാരിക്കുകയോ ഫോട്ടോ എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
അങ്ങനെ ഞാൻ തിരിച്ചറിയാത്ത ആളായിട്ടില്ല. കാരണം എന്നെ അങ്ങനെ എല്ലാവർക്കും അറിയില്ല എന്നാണ് എൻ്റെ ഒരു, എന്നെ പോലെ തന്നെ ഒത്തിരി ആൾക്കാരും കാണുമായിരിക്കും ചിലപ്പോൾ ഷേപ്പൊക്കെ ഉള്ള. അപ്പോൾ ചില ഇപ്പം എന്നെ അറിയാവുന്ന കുറച്ച് ആൾക്കാർക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പരിപാടി കണ്ടപ്പോൾ എന്നെ പേഴ്സണലി വിളിച്ചത് നല്ലതെന്നൊക്കെ പറഞ്ഞു. സുഹൃത്തുക്കൾ എന്നോട് പ്രോഗ്രാം ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ. പുറത്തിറങ്ങണേ എല്ലാവർക്കും അറിയാം, ചില ആൾക്കാർ പറയില്ലാരും കണ്ടാലും അവൻ പറഞ്ഞ അവൻ രക്ഷപ്പെട്ട് പോയാലോന്ന് ഓർത്ത് ഇവനെങ്ങനെ സെൽഫി എടുത്ത് കഴിഞ്ഞാൽ നീ അവൻ വലിയ നാളെ പരിപാടിക്ക് പൈസ പിടിച്ച് വെച്ചാലോന്നൊക്കെ ഓർത്ത് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഒരിക്കലും എന്നെ മനസ്സിലായിട്ടില്ല നമ്മളങ്ങനെ എത്തിയെന്നൊരു തോന്നൽ എനിക്ക്. എനിക്ക് ഒരു ലക്ഷ്യമുണ്ട്, എനിക്ക് അവിടെ എത്തണമെന്നൊരാഗ്രഹമുണ്ട്. ഞാൻ ഒത്തിരി നാളൊരു 3-4 വർഷം ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സിനിമ ഇപ്പം എനിക്ക് അത്യാവശ്യം ബന്ധം വെച്ചിട്ട് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നു. അതല്ലാതെ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അത് ഞാൻ ചെറിയ ക്ലൂ തന്നായിരുന്നു ഇവിടെ. മോഹൻലാൽ സാറിന്റെ കൂടെ സാറുള്ളൊരു ഷോ, ലാലേട്ടന്റെ കൂടെയുള്ള ഷോയില് ഏറ്റവും വലിയ ആഗ്രഹമാണത്. പിന്നെ ലാലേട്ടനെ കണ്ടപ്പോൾ ഫസ്റ്റ് എന്തായിരിക്കും ചെയ്യുക? ലാലേട്ടനെ ഇങ്ങനെ പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് മുന്നിൽ ഞാൻ ലാലേട്ടനെ കണ്ടിട്ടുണ്ട്. ഏഷ്യനെറ്റൊക്കെ പ്രോഗ്രാം അവാർഡ് നൈറ്റിനൊക്കെ ഞാൻ ഷോസിൽ കണ്ടിട്ടുണ്ട്. ഏത് ബിഗ് ബോസിന്റെ ഷോ ആണോ ചേട്ടൻ കണ്ടിട്ടുണ്ടെന്ന്? ഞാൻ മോഹൻലാലിനെ കണ്ടപ്പോൾ കണ്ടോ? അത് ചെറുതായിട്ട് കണ്ട പോലെ. അത് ശരി. എനിക്ക് ബിഗ് ബോസിൽ, കാരണം എനിക്ക് നമ്മളെപ്പോലെ സാധാ ഒരു ആൾക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ അവിടെ ഒരിക്കലും എനിക്ക് എത്തിപ്പെടാൻ പറ്റില്ലായിരിക്കും. ചിലപ്പോൾ എത്തിപ്പെടാൻ പറ്റുമായിരിക്കും, ചിലപ്പോൾ എത്തിപ്പെടാൻ പറ്റില്ലായിരിക്കും. എന്തായാലും എത്തിയാലും എത്തിയില്ലെങ്കിലും ഇതിവിടെ കിടക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷോ. കാരണം ഞാൻ സീസൺ 1 തൊട്ട് അതിൻ്റെ പുറകെ കിടക്കണം. ഇതുവരെ ഞാൻ അതിൻ്റെ അവിടെ എത്തിയിട്ടില്ല. അപ്പം അവിടെ എത്താൻ ആഗ്രഹമുണ്ട്. പക്ഷേ എത്തുമായിരിക്കും ചിലപ്പോൾ. നമ്മളെല്ലാം ആഗ്രഹം, ഞാൻ പറഞ്ഞില്ല വിമാനത്തിൽ കയറിയ പോലെ ചിലപ്പോൾ എന്തെങ്കിലും കാലത്ത് നടക്കുമായിരിക്കും. ഞാൻ ഒരു ഷോ പോലും മുടങ്ങാതെ കാണുന്ന ആളാണ്. അപ്പോൾ ഒരു ഷോക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും പോയിരിക്കും. പിന്നെ അങ്ങനെയെങ്കിൽ മോഹൻലാൽ സാറിനെ നേരിട്ട് കാണാനാണ് സാറിന് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഏതായിരിക്കും? ലാലേട്ടൻ്റെ വോയിസിൽ പാടും, അവിടുത്തെ ഒരു ഉമ്മയും കൊടുക്കും. അന്ന് ഇതേ സോങ് ആയിരിക്കും പാടും, അത് വേറെ ആയിരിക്കും? കാരണം ലാലേട്ടൻ്റെ ഈ പാട്ട് ഭയങ്കര എല്ലാവർക്കും അറിയാലോ, ഈ കൈതപ്പൂവിനുള്ള പാട്ട്. ഈ പാട്ട് ചിത്ര ചേച്ചിയും ലാലേട്ടനാണ് പാടിയിരിക്കുന്നത്. അതെ, അഭിനയിച്ചേക്കണ മഞ്ജു ചേച്ചി, മണിച്ചേട്ടനും. അപ്പോൾ ചേട്ടന് ഇപ്പോൾ വേറെ ഏതെങ്കിലും ഷോകളിലൊക്കെ വിളിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ദുരനുഭവമായിട്ടുണ്ടായിട്ടുണ്ട്? ഷോയ്ക്ക് പോയതിന് ശേഷം സ്റ്റേജിൽ വെച്ചോ അല്ലാതെയോ എങ്ങാനും ഒരു ദുരനുഭവമായിട്ട്? ഞാൻ പറഞ്ഞു, ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല ബേസിക്കലി. ഞാനൊരു ചെറിയ കരോക്കെ പാട്ടുകാരനാണ്. ഒത്തിരി നാളായിട്ട് 10-15 വർഷമായി. അപ്പം ഞാനൊരു ട്രൂപ്പിൽ ഇങ്ങനെ പാടാൻ ചെന്ന സമയത്ത് അപ്പം അവിടെ മെയിൻ പാടിക്കൊണ്ടാണുള്ളത്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഈ പ്രദീപ് ബാബു ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ പാട്ടുകാരൻ്റെ പ്രദീപ് ബാബു ഇളയനില എന്നൊക്കെ പറഞ്ഞ പരിപാടി ഭയങ്കര കത്തി കയറിയിരിക്കുന്ന സമയമായിരുന്നു. അപ്പം ഞാൻ ഈ പ്രദീപേട്ടൻ്റെ കൂട്ട് മുടിയൊക്കെ ചിരിച്ചിട്ട് വെള്ളമൊക്കെ ഇട്ട് പുള്ളി എങ്ങനെയാണ് നടക്കുന്നത് അതുപോലെ നടന്ന് പാട്ടൊക്കെ പാടാൻ. പാട്ടൊന്നും പുള്ളി പാടാൻ ഏതെടുക്കത്തില്ല, എന്നാലും അതുപോലെയൊക്കെ പാടാൻ ആഗ്രഹിച്ച് ആ ഒരു സ്റ്റൈലിൽ നടക്കണം ഡ്രസ്സിങ്ങൊക്കെ. പുള്ളിയുടെയൊക്കെ ഒത്തിരി ഷോ എവിടെയല്ല ഞാൻ പോയി കണ്ടു. മറ്റേ TV-യിലൊക്കെ പുള്ളി ഇളയനില ഇന്ന ദിവസമൊക്കെ ഉണ്ടാവും, ജീവൻ TV-യിൽ. അതൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണും. അപ്പം അങ്ങനെ ഇരുന്ന് കണ്ടപ്പോൾ അതിനകത്ത് ഭയങ്കര അടുത്തായപ്പോൾ ആ ഒരു സ്റ്റൈല് കൊണ്ടുവരാൻ ഞാൻ ഒത്തിരി നോക്കിയിട്ടുണ്ട്. അപ്പം ഈ ഞാനൊരു ട്രൂപ്പിൽ പാടാൻ സമയത്ത് ഈ ഒരു സ്റ്റൈല്, അപ്പോൾ അവിടെ വേറെ പുള്ളിക്കാരനോട് എപ്പോഴും പുറത്തിറങ്ങി പാടുകയൊക്കെ ചെയ്യാം. അന്നെന്ന് പറഞ്ഞാൽ ഈ പുറത്തിറങ്ങി പാടി കളം പിടിക്കുന്ന ആൾക്കാർ ഗാനമേള ഇപ്പോഴും അതെ. അപ്പോൾ അവൻ ഭയങ്കര അവിടുത്തെ വലിയ ആളായിരിക്കും, വലിയ തലക്കനമുള്ള ഒരാളായിരിക്കും. അവൻ്റെ മുഖേനയാണ് ഷോ പോകണമെന്നായിരിക്കും അവരുടെ മനസ്സിൽ. അപ്പം നമ്മൾ പുതിയതായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ അംഗീകരിക്കാനും നമ്മളോടൊരു ഇടപഴകാനൊക്കെ നമ്മൾ മാറ്റി നിർത്തുന്ന ഒരു സെറ്റപ്പ് വരും. നമ്മളൊന്നും ഒരു കലാകാരനോട് അങ്ങനെ ഇതുവരെ കാണിച്ചിട്ടില്ല മാറ്റി നിർത്തുന്നത്. കാരണം ഞാനത് കഷ്ടപ്പെട്ടു, എനിക്കറിയാം ഒരു ബുദ്ധിമുട്ട്, ഈ നമ്മളെ കഷ്ടപ്പെടുത്തേക്കണ ബുദ്ധിമുട്ടൊക്കെ. അപ്പോൾ ഈ ഞാനവിടെ പാടാൻ ചെന്നപ്പോൾ ഫസ്റ്റിൽ ഹിന്ദി പാടാൻ ആളില്ലാന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു. ഹിന്ദി പാടാൻ ചെന്ന് ഹിന്ദി പാട്ട് പാടി. അപ്പം എന്നെ നിർത്തിക്കൊണ്ട് തന്നെ അതിനകത്ത് ഈ പറഞ്ഞ ആടിയോ പുള്ളിയുടെ ബുദ്ധിമുട്ട് എനിക്ക് മറ്റുള്ളവർ പറഞ്ഞ് അതിനകത്തുള്ള ആൾക്കാർ പറഞ്ഞറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ പുറത്തിറങ്ങി ആദ്യമായിട്ട് വന്നിട്ട് നീ പുറത്തിറങ്ങി പാടിയത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം നീ ഇനി ഇവിടെ നിന്ന പുള്ളിയുടെ കളം പോകുമെന്ന് ഓർത്തിട്ട് പുള്ളി അത് നിന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിന് മാനേജറോട് പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് ബൈക്കുണ്ട്, ഒരു ഡിസ്കവർ. ആ ബൈക്കിൽ ഞാൻ ഇങ്ങനെ കയറി, ഞാൻ തന്നെ പോണേ, ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചിട്ട് പോണതാണ്. അപ്പം എന്നെ കരോക്കെ പാടുന്നു, ഞാൻ അത്യാവശ്യം ഓർക്കസ്ട്ര പാടും. ഞാനിങ്ങനെ പാടിയപ്പോൾ ലിറിക്സ് പുള്ളി പറഞ്ഞ മെയിൻ ഒരു കാര്യം ഇതാ. ഞാൻ പുറത്തിറങ്ങി പാടുന്നത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. 2 പുള്ളി അത് മറ്റേ മാനേജറുടെ പേര് ഇവരെ വരുന്നുള്ള ഇവന് പറഞ്ഞാൽ ശരിയല്ല കേട്ടോ, അവൻ്റെ ഇത് ശരിയല്ല, ഹിന്ദി ലിറിക്സൊക്കെ തെറ്റാ. അപ്പോൾ അതൊന്നും നമുക്ക് പറ്റില്ല, അവനെ ഒഴിവാക്കാൻ പറഞ്ഞു. എൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു. എനിക്കങ്ങോട്ട് ഭയങ്കര വിഷമമായി. അപ്പം മാനേജറിന് കുഴപ്പമില്ല, ഞാൻ അടുത്ത ഇടയ്ക്ക് വിളിക്കാൻ പറഞ്ഞു. ഈ വിളിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ആകുമ്പോൾ ഒഴിവാക്കണം നമ്മുടെ മനസ്സിൽ തോന്നും. അത് ഞാൻ എൻ്റെ ബൈക്കിൽ, അപ്പം മഴയാണ്, ഞാൻ പോകുന്ന സമയത്ത് മഴയുണ്ട്.
ഞാൻ അവിടെ നിന്ന് തൊട്ട് അടിമാലി വരെ ഏങ്ങി കരഞ്ഞു പോകണം ബൈക്കിലേ രാത്രി വന്നെ തന്നെ ഉള്ളൂ. കരഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നു. 3-4 ദിവസം കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഉള്ളിൽ ഈ നമ്മളൊരാളെ ഒരിക്കലും നിർത്തിക്കൊണ്ട് ഇൻസൾട്ട് ചെയ്യില്ലെന്ന് പറയുന്നത് നമ്മൾ അല്ലേ. ഒരാളെ ഇയാളെ ഞാൻ ഇരുത്തിക്കൊണ്ട് ഭയങ്കര മോശമായിട്ട് പറഞ്ഞാൽ നമ്മൾ മരിക്കണോടത്തങ്ങനെ നമ്മുടെ മനസ്സിൽ കിടക്കും. അപ്പോൾ എൻ്റെ ഈ ഊണിലും ഉറക്കിലൊക്കെ ഇയാൾ ഇത് പറഞ്ഞ് തന്നെ മനസ്സിൽ കിടക്കും. അപ്പം അങ്ങ് മാനസികമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അങ്ങനെ ഇരുന്നപ്പോൾ ഈ പുള്ളി ഈ മാനേജർ അതിശയ കരിങ്കുന്നം പള്ളിയിലൊരു പ്രോഗ്രാമുണ്ട് വരാമെന്ന് വെച്ചു. അങ്ങനെ പരിപാടിക്ക് വന്നു. പിന്നെ പുള്ളി അപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ നമ്മൾ ഒഴിവാക്കണമല്ല, പുള്ളി ഇടയ്ക്ക് എന്തെങ്കിലും പ്രോഗ്രാം വിളിച്ചു. പിന്നെ ഞാൻ ആ ട്രൂപ്പിൽ സ്ഥിരമായി. പിന്നെ അവിടെ നിന്ന് ഞാൻ പതുക്കെ വേറെ അവിടെ നിന്ന് മാറി എസ് പ്രസാദിൻ്റെ ട്രൂപ്പിൽ പോയി. അവിടെ പിന്നെ പാഷാണം ഷാജി, പിന്നെ ഒത്തിരി ആൾക്കാർ. പിന്നെ ഇപ്പം ഞാൻ നിൽക്കുന്ന വിധിച്ചേട്ടൻ മറ്റേ ജാസ്തിയുടെ കൂടെ പോണ പോലെ തന്നെ അങ്ങനെ ഓരോരോ മാറി ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത് ഇവിടെ വരെ എത്തി. ചേട്ടാ അപ്പോൾ ഇത്രയും വോയിസ് ഒക്കെ ചെയ്തല്ലോ, ഒരു ഫീമെയിൽ വോയിസ് ഏതെങ്കിലും ഇപ്പം ജാനകി അമ്മയുടെയോ ആരുടെയെങ്കിലും ഒരു സോങ്. ആഴക്കടലിൻ്റെ അങ്ങേ കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമനി പോലെൻ്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തേ. അപ്പോൾ സിനിമ നടൻ ലാലിൻ്റെ ഒക്കെ ചെയ്ത് കണ്ടായിരുന്നു നാദൃശയുടെ മുമ്പിലൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ലാൽ മീഡിയയിൽ ലാൽ സാറിന് മുമ്പിൽ ഒന്നും പോയിട്ടുള്ളത്. കാരണം ഞങ്ങളുടെ ഈയിടെ മിമിക്രി അസോസിയേഷൻ്റെ പരിപാടിക്ക് സാറ് വന്നായിരുന്നു. അപ്പം ഞാൻ ആ സാറിന് കൊണ്ട് സെൽഫി ഒക്കെ എടുത്തായിരുന്നു. അപ്പം എനിക്ക് ആ സാറിന് മുമ്പിൽ എപ്പോഴും ഒരു അവസരം കിട്ടുവാണെന്ന് ഈ സാറിൻ്റെ വോയിസ് ഒന്ന് പാടണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി തീർച്ചയായും. ബർഫിൽ കൊഴുക്കണ പെണ്ണെ ഷകനാകി കേൾക്കുന്ന കണ്ടേ തക്ക തബല പെരുക്കണ കൂടെ സാരംഗി പാടുന്ന കണ്ണേ തല മുഴക്കണ സതിരി കുട്ടിപ്പാട്ടിൽ മയങ്ങണ രാവ് നാളെ വെളുപ്പിന് നേരം കാത്ത് വർണ്ണക്കരമുഖൻ മെയ്യണമാല ബർഫിൽ കൊഴുക്കണ പെണ്ണെ ഷകനാകി കേൾക്കുന്ന കണ്ടേ തക്ക തബല പെരുക്കണ കൂടെ സാരംഗി പാടുന്ന കണ്ണേ. ഏതെങ്കിലും ഈ കഴിവൊക്കെ കണ്ട് ഈ പാട്ട് പാടുന്നതോ അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നതോ ഇത് ഏതെങ്കിലും കണ്ടിട്ട് ആരെങ്കിലും പ്രണയമാണെന്ന് പറഞ്ഞ് ഞാനും വന്നിരുന്നു? ഞാൻ കല്യാണം കഴിച്ചില്ലേ. കല്യാണം കഴിച്ചത് അറിയാതെ വന്നവരുണ്ടാവുമല്ലോ. ഇല്ല, മിക്കവർക്ക് അറിയാം. ചില സ്കൂളുകളിലൊക്കെ അല്ലെ കോളേജിലൊക്കെ ഇനാഗ്രേഷൻ പിള്ളേര് വന്ന് ചോദിച്ചിട്ടുണ്ട് കല്യാണം കഴിഞ്ഞാണോ. ആ കല്യാണം കഴിഞ്ഞാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഫാമിലി ഉള്ള കേസുള്ള കഴിഞ്ഞിട്ടുള്ള കാര്യമില്ല. ചേച്ചി പാടോ? ഇല്ല, ഡാൻസിൽ ഞങ്ങളുടെ സ്കിറ്റിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പറഞ്ഞു കൊടുത്താൽ അതോടെ ചെയ്യും. നന്നായിട്ട് ചെയ്തു. എൻ്റെ അനിയനും അനിയൻ്റെ വൈഫും എൻ്റെ അമ്മ, എൻ്റെ വൈഫ്, മക്കളെല്ലാവരും സ്കിറ്റിലുണ്ടായിരുന്നു. ഞാൻ ഓർത്തില്ല അവർ സ്കിറ്റ് കളിക്കുന്നൊന്നും. ചേട്ടൻ്റെ മോനും കൂടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, മോനെ ഒന്ന് വിളിച്ചാലോ? ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാണ്. എന്താ പറ്റിയത്? അവന് ചെറിയ വയറുവേനൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ കാണിച്ചിട്ട് കുറവില്ല. അപ്പോൾ എന്നാൽ പിന്നെ ഇവിടെ കാണിക്കാമെന്ന് ഓർത്തു. മോൻ്റെ പേരെന്താ? ശ്രാവൺ. ഒന്ന് വിളിക്കാവോ? കണ്ണാന്ന് വിളിക്കണേ അവനെ. കുഞ്ഞു കൃഷ്ണന്റെ കൂട്ടായിരുന്നേ. യഥാർത്ഥ പേരെന്താ? ശ്രാവൺ രാജേഷ്. ശ്രാവൺ പാട്ടൊക്കെ പാടോ? ഒരു പാട്ട് പാടാവോ നമുക്ക് വേണ്ടിട്ട്? ഇവൻ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, പഠിക്കാൻ വിടണം. ചെറിയ പുള്ളിക്ക് കളിയാ എപ്പോഴും, ഫുട്ബോൾ കളി. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതു കടിതമേ പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാ ഞാൻ ഇன்று സൗഖ്യമേ അങ്ങയങ്ങ് പാർക്കയിൽ കവിത കൊട്ടുത് അങ്ങ എഴുതിയിൽ വാക്ക് മുട്ടുത് ഓഹോ കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതു കടിതമേ പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാ ഞാൻ ഇன்று സൗഖ്യമേ അഭിരാമി ലാലിലേ ലാലി ലാലിലേ ശിവരാമി ലാലിലേ ലാലി ലാലിലേ. പുള്ളിയെ പെട്ടെന്ന് ചോദിച്ചോണ്ടായിരിക്കും. ഞാൻ കേട്ടല്ലോ ഇടും പാടണത്. സ്കൂളിൽ വലിയ താരമൊക്കെയാണോ? പുള്ളിക്ക് ഏറ്റവും വലിയ സിനിമ വരുമ്പോഴേ ഈ മുടി ഇന്നലെ 2-3 പടം പോയി ആളുടെ. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? 2-3 പടം ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ പടത്തിൽ അഭിനയിച്ചിട്ടില്ലേ? പടം ഇപ്പോൾ 2 പേര് കറക്റ്റ് എനിക്കറിയാം. 2 അനിയനാണോ. ഞാൻ ഒരു ദിവസം ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ പുറത്ത് പരിപാടിക്ക് വെക്കാം. അപ്പോൾ അനിയനാണ് ഒരു ഷൂട്ടിന് കൊണ്ടുപോയത്. ഒരു പടത്തിന് പേര് കറക്റ്റ് അറിയത്തില്ല, പേര് ഇവർ പറയത്തില്ലല്ലോ. അങ്ങനെ ഇടയ്ക്കൊക്കെ പറയുള്ളൂ. ഏതാന്ന് കറക്റ്റ്. ഞാൻ തന്നെ ഇന്നാളെ ഒരു ഡാൻസ് ശ്രീനിവാസൻ്റെ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഇപ്പോഴും എനിക്കറിയാൻ വേണ്ട എൻ്റെ പേര്. തിരിച്ച് കളിക്കാൻ പോണോ?
ചേട്ടാ നമ്മളിപ്പോൾ സിനിമയിലെ നമ്മുടെ നടന്മാരുടെ വോയിസ് ചെയ്തു, ജാനകി അമ്മയുടെ വോയിസ് ചെയ്തു, പാട്ടുകാരുടെ വോയിസ് ചെയ്തു, ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരുടെ ആരുടെങ്കിലും ഒരു വോയിസ് ചെയ്യാൻ പറ്റുമോ? ഉമ്മൻചാണ്ടി സാറിന് ചോദിക്കാം. പണ്ട് ചെയ്താണ്, ഞാനിതൊന്നും ചെയ്യാറില്ല. ഇനിയിപ്പോൾ ഞാൻ ഇത് ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ എന്നെ വലിച്ചു കയറി ഒട്ടിക്കരുത്. അതായത് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രമുഖർക്കും എവിടെ ചെന്നാലും ഒരു സ്ഥാനമുണ്ട്. എനിക്ക് ഡയലോഗൊന്നല്ല, ഇയാൾ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞുള്ളൂ. ഇപ്പോൾ ആരെങ്കിലും വിളിച്ചിട്ട് ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന്റെ വോയിസിൽ ഒന്ന് പ്രാങ്ക് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഒന്ന് വിളിച്ചിട്ട്. അയ്യോ, നേരത്തെ സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഓരോ വോയിസ് വിളിച്ച് പറ്റിക്കാറുണ്ട് പെൺപിള്ളേരെ. നമുക്ക് ഞാനൊരു പണിയിട്ടെ, ജാഫ്രിക്ക വേണ്ട, ജാഫ്രിക്ക വേണ്ട, നമുക്ക് ബിനോടിമാരുടെ വോയിസ് ചെയ്യാം. ബിനോടിമാരിൽ നമ്മൾ പുള്ളി സുഹൃത്തുണ്ട് അടിമാരിൽ, സതീഷ് മാത്യു എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഒരു ജിയോ നമ്പർ ഉണ്ട്, അതിനകത്ത് വിളിക്കാം. പുള്ളിക്ക് ആ നമ്പർ അറിയില്ല. ഓക്കെ. എടാ കൊച്ചേ, എന്നാ നീ എവിടെയാണാ? ഹലോ സാറേ, നമസ്കാരം. ഞാൻ ബിനുവാ. ഇതാ എൻ്റെ ജിയോ സാറേ. അടിമാലിക്ക് ഞാൻ വന്നില്ല സാറേ. ഞാൻ എറണാകുളത്താ. അല്ല, ഞാൻ കഴിഞ്ഞ മിനിഞ്ഞാന്ന് വന്നായിരുന്നല്ലോ. ഇച്ചിരി തിരക്കാണ് സാർ, ഒരു മരണക്കേസായിട്ട് ഞാൻ വന്നതാ. അപ്പം എന്നാ വിശേഷം സാറേ? ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ സാറിനെ ഒന്ന് വിളിക്കണമെന്ന് ഓർത്തുകൊണ്ട് വിളിച്ചതാ. അത് സാറേ, ആ അവനുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കൂടെ ഉണ്ടല്ലോ ഇപ്പം. ആ, ഒന്ന് വൈകുന്നേരം അങ്ങ് പോയി സാറേ. ആ, അത് ചടങ്ങായിരുന്നു സാറേ. സാറേ ആ വൈകിട്ട് വന്നായിരുന്നു. ശരിയായിരുന്നു, വന്നായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പാട്ട് ഒക്കെ പാടി അടിച്ച് പൊളിച്ചങ്ങ് അങ്ങനെ തകർക്കാറുന്നു. ആ പിന്നെ സാറേ, അവൻ മറ്റേ രാഷിൻ്റെ പരിപാടി കണ്ടായിരുന്നോ സാറേ? ഞാൻ സ്കിറ്റ് കണ്ടില്ല സാറേ. അവൻ്റെ ആ വൺ മാൻ ഷോ ഞാൻ കണ്ടോ? അല്ല, അത് വേറൊരു സാധനമായിപ്പോയി അത്. എന്നാ സാറേ ഗ്രാൻഡ് ഫിനാലെ? ഞാൻ നോക്കട്ടെ സാറേ, എനിക്ക് തിരക്കുണ്ടാവും. അല്ലെങ്കിൽ സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ടുണ്ടേ. ഇല്ലെങ്കിൽ ഞാൻ വരാം സാറേ. അവൻ വിളിക്കും ചിലപ്പോ എന്നെ. ഓക്കെ സാറേ. ബിനോടിമാലല്ലേ, രാജേഷാണ് സാറേ. ഞാൻ ഒരു കൊടക്സ് മീഡിയയുടെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വന്നാണേ സാർ. അപ്പൊ ഇവൻ എന്നോട് ചോദിച്ചേ ആരെങ്കിലും വോയിസിന് പ്രാങ്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു ചോദിച്ചാൽ. വോയിസ് ഫോണിക്കൂടെ കറക്റ്റാണ് സാറേ. നമ്മള് അങ്ങനെ പറഞ്ഞു. ഇല്ലേ? പുതിയ നമ്പറാന്ന് ഓർത്താണ് അല്ലേ? അപ്പൊ എനിക്ക് പെട്ടെന്ന് പറ്റിക്കാൻ പറ്റിയ സാറിനാണ്. സാറിന് എന്ത് മണ്ടത്തരം വന്ന സാറ് പെട്ടെന്ന് പറ്റിക്കണല്ലോ. എവിടെയാ? ആ, ഞാൻ സ്റ്റുഡിയോയിലെന്നേ. ആ, പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വന്നേ. ഓക്കെ, താങ്ക് യു. ഇത് സായിലെ ഒരു കോച്ച നമ്മുടെ നാട്ടിലുണ്ട്, സതീഷ് എന്ന് പറയും. സായിലെ സ്പോർട്സ് അതോറിറ്റി ഇന്ത്യ അതിന്റെ കോച്ചാ. ബിനിച്ചാന്റെ വോയിസ് ഇതുപോലെ ഫോണിൽ കൂടെ കേൾക്കുമ്പോഴേ പുള്ളി ശരിക്കും ഇങ്ങനെ, എടാ കൊച്ചേ എന്നാ ഈ പറയണേ, എടാ അവനെ നിനക്ക് അറിയില്ലടാ കൊച്ചേ, അങ്ങനെ പുള്ളി ദൈവാധീനം അങ്ങനെയൊക്കെ പറഞ്ഞ വോയിസിൽ പുള്ളി പറയണേ. ജാഫ്രിക്കയുടെ വോയിസ് ആയിട്ടുണ്ടോ? ജാഫ്രിക്കയുടെ
മഹേഷിൻ്റെ പുതിയ അതിൽ വോയിസ് ചെയ്യാം. മോളെ കുര്യാച്ച മോക്കൊരു കല്യാണാലയം കൊണ്ടാണ് അവർ തൊഴിലുറക്കാരാന്ന് പറഞ്ഞത്. ഞാനൊരു നല്ലൊരു കേസാണ്. ചാച്ചനെ ലോകോചിതം വ്യത്യാസമൊക്കെ നോക്കാം. ആലോചിച്ച് നോക്ക്. ഇതിൽ കുമ്പള ബുദ്ധി നടക്കണോ അതോ കല്യാണം കഴിഞ്ഞ് വിമാനത്തിൽ പോകണമെന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ജാനകി അമ്മയുടെ വോയിസിൽ പാടിയല്ലോ, അവിടെ നിന്ന് വിട്ടണല്ലേ? ഇല്ല, എനിക്ക് ആ ഫീമെയിൽ വോയിസിൻ്റെ അത് അത്രയും പെർഫെക്റ്റ് ആണ്, എനിക്ക് അതിൽ നിന്ന് പോകാൻ പറ്റില്ല. വേറെ ആരുടെയും ഫീമെയിൽ പ്ലേബാക്ക് സിംഗറിൻ്റെ ആരുടെയെങ്കിലും വോയിസിൽ പറ്റുമോ? AM രാജ പീലിയിലെ പഴയ വോയിസ് ആണ്. ചന്ദന പല്ലക്കിൽ വീടു കാണാൻ വന്ന ഗന്ധർവരാജകുമാര, ഓ ഗന്ധർവരാജകുമാര. പഞ്ചമി ചന്ദ്രിക പെറ്റുവളർത്തിയ അപ്സര രാജകുമാരി, ഓ ഗന്ധർവരാജകുമാര. ഇതൊക്കെ ചെയ്യാറില്ല, അപ്പോൾ ഇയാൾ ചോദിച്ചോണ്ടാണ്ടോ. ഇപ്പോൾ MB ആയും ആക്ടറായിട്ടും എല്ലാം ഹൈപ്പിൽ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ സുരേഷ് ഗോപി സാറിൻ്റെ വോയിസ്. ഈ തൃശ്ശൂർ ഞാനങ്ങ് എടുക്കുക, ഈ തൃശ്ശൂർ ഞാനങ്ങ് കൊണ്ടുപോകും, ഈ പറഞ്ഞ പോലെ ഞാനങ്ങ് ചെയ്തു, ഈ തൃശ്ശൂർ ഞാനങ്ങ് എടുത്തു. ഇയാൾ പറഞ്ഞോണ്ടാണ്ടോ ഞാൻ ഇതൊന്നും ചെയ്യാത്തതാണ്. പെട്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്താണ്ടോ ഇനി എന്നെ പൊങ്കാലയിടരുത്. ഇല്ല, സുരേഷ് ഗോപി സാറിനൊക്കെ അനുകരിച്ച് ആര്? ഞാൻ വേറെ കാര്യമാണ്, ഞങ്ങൾ മിമിക്രി അസോസിയേഷനിൽ അത് ഭയങ്കര ഒരു മനസ്സിനുടമയുണ്ട്. കാരണം ഞങ്ങൾ ഈ അസോസിയേഷനിലുള്ളതുകൊണ്ട് അറിയാം. കാരണം കഴിഞ്ഞ ദിവസം ജനറൽ ബോഡി മീറ്റിങ്ങിനൊക്കെ അദ്ദേഹം തന്ന പൈസയുടെ കണക്കൊക്കെ, കാരണം ഓരോ പടം ചെയ്യുമ്പോൾ 2 ലക്ഷം രൂപ വെച്ച് അദ്ദേഹം തരിക. അത്രയ്ക്ക് വലിയ നല്ലൊരു മനസ്സിനുടമയാണ് നമ്മുടെ സുരേഷ് ചേട്ടൻ. ഒത്തിരി പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കണം, എന്തൊക്കെ ചെയ്യാൻ പറ്റും ആൾക്ക്. ആ പൈസ ഇപ്പോൾ ഏത് സിനിമ ആളാണ് ഇത് അവർക്ക് കിട്ടുന്ന പൈസ ഇന്നിന്നെ ചാറ്റ് ചെയ്യണേ ആരും ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ. കാരണം പുള്ളീനെ പോലെ, കാരണം എന്നാലും ജയറാമേട്ടൻ പറഞ്ഞു മോളുടെ കല്യാണത്തിൽ ചിലപ്പോൾ മാറ്റി വെച്ചാൽ പൈസ ആയിരിക്കും പുള്ളി എടുത്ത്. പുള്ളി അങ്ങനെ ഒരു ക്യാരക്ടറാണ്. നമ്മളോർക്കും പുള്ളി എല്ലാവരും കാണിക്കാൻ വേണ്ടി, പക്ഷേ അല്ല. മിമിക്രി പുള്ളി പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അസോസിയേഷനിൽ. ഇപ്പോൾ ഈ അടുത്ത് ഒത്തിരി ആളുകൾക്ക് വീട് വയ്ക്കാനും എല്ലാ ഈ പൈസയും കൊണ്ടൊക്കെ അസുഖമായിട്ട് ഒത്തിരി ആൾക്കാരുണ്ടാവും. എല്ലാവരും പറയും അസോസിയേഷനൊക്കെ എന്തിനാന്നൊക്കെ, പക്ഷേ ഇങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ആൾക്ക് സുഖമില്ലാതെ വരുമ്പം സഹായിക്കാനോ ഒരു മരണ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പെട്ടെന്ന് പൈസ ഇല്ലാണ്ടവരൊക്കെ ചെയ്യുന്നത് സഹായിക്കാനൊക്കെയാണ് സംഘടന. അതിൽ ഏറ്റവും ഞാൻ കണ്ടേക്കുന്ന സംഘടനയിൽ ഒന്നാണ് മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ. നാദൃശക ഷാജൻ ചേട്ടനൊക്കെയാണ് എൻ്റെ മെയിൻ ആൾക്കാർ. അവർ ഭയങ്കരമായിട്ട് ഷാജൻ ചേട്ടനായാലും നാദൃശകയിലും ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, ഒത്തിരി ആർട്ടിസ്റ്റുകൾ സഹായിക്കുന്നുണ്ട്. അതിനകത്ത് എല്ലാ മെമ്പറും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്കോ വിദ്വേഷമോ ഒന്നുമില്ലാതെ എല്ലാവരും 100 നിൽക്കുന്ന ഒരു, എന്താ പറയുക, ഞാൻ കണ്ടേക്കണതിൽ ഏറ്റവും നല്ലൊരു അസോസിയേഷൻ ഞങ്ങളുടെ മിമിക്രി ആർട്ടിസ്റ്റ്. ഞാനത് ഉള്ളതുകൊണ്ട് പറഞ്ഞല്ല കേട്ടോ, കാരണം ഭയങ്കര ഒത്തൊരുമയാണ് എല്ലാവരുമായിട്ട്. ഭയങ്കര എല്ലാവർക്കും ഒത്തിരി ആളുകളൊക്കെ ഇങ്ങനെ സുഖമില്ലാത്ത ഒത്തിരി ആൾക്കുണ്ട്, അവർക്കൊക്കെ നല്ല സഹായം ഈ സംഘടന വഴി കിട്ടുന്നുണ്ട്. അതിലൊരു മെയിൻ എടുത്ത് പറയുന്നത് സുരേഷ് ചേട്ടനാണ്. ഇപ്പോൾ ഏതെങ്കിലും അംഗീകാരങ്ങളോ അവാർഡുകളോ മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള അങ്ങനെ എന്തെങ്കിലും അവാർഡോ അംഗീകാരങ്ങളോ കിട്ടിയതായിട്ട് പുരസ്കാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? JC ലാനിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, ചൈൽഡ് ഡെവലപ്മെൻറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, ബെസ്റ്റ് പുറത്തുനിന്നാണ് ബെസ്റ്റ് മിമിക്രി ആർട്ടിസ്റ്റിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ പരക്കാത്ത കയറിയെന്നൊക്കെ കാണാം ഒത്തിരി ഷീൽഡുകൾ ഇങ്ങനെ വെച്ചാൽ. ഞാൻ ഒത്തിരി പണ്ടേ എനിക്കൊരു ഷീൽഡ് കിട്ടാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടാണ് പുരസ്കാരം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പല ആൾക്കാർ ആർട്ടിസ്റ്റുകളൊക്കെ വീട്ടിൽ നമ്മളെക്കാളും ഫെയിമായിട്ട് നിൽക്കുന്ന വലിയ ആർട്ടിസ്റ്റുകളുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഒത്തിരി വീട്ടിലിങ്ങനെ, അപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട് എന്നാൽ എനിക്ക് എൻ്റെ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞ് വെക്കണേ. സത്യം പറഞ്ഞ ദൈവത്തിൻ്റെ അനുകൊണ്ട് എൻ്റെ വീട്ടിൽ അത്യാവശ്യം ഒരു ഏരിയ ഫുള്ള് എനിക്ക് കിട്ടിയ ഷീൽഡുകൾ, അതായത് നമ്മുടെ ഒരു നാൾ ഇതിനൊക്കെ പോകുമ്പോഴും പുറത്ത് പോകുമ്പോഴൊക്കെ കിട്ടുന്ന ഷീൽഡുകളൊക്കെ ഇഷ്ടംപോലെ എൻ്റെ വീട്ടിൽ തികയാത്തതുകൊണ്ട് എൻ്റെ തറവാട്ടിലും കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ന്യൂസ് ചാനലിലൊക്കെ വോയിസ് ഓവറൊക്കെ ചെയ്യുമല്ലോ, അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമോ? മൊത്തം അരച്ചുകളിക്ക് പിടിച്ചേക്കും അല്ലേ? നമ്മൾ ഇത്രയും മേഖല തൊട്ടല്ലോ, പിന്നെ ന്യൂസായിട്ടൊന്ന് ഇപ്പം ബിഗ് ബോസിൻ്റെ വോയിസായി എല്ലാം ഏകദേശം, ഇനിയിപ്പോൾ ന്യൂസും കൂടി ഒന്ന് കൈവച്ചേക്കാം. ബിഗ് ബോസിനോ സീരിയാണോ പറയണേ? ബിഗ് ബോസ് 7-ാം ദിവസം ഞാൻ അതിനകത്തും കയറിയിട്ട് വേണം ആ പുള്ളിനെ പറ്റിക്കാൻ. എല്ലാവരും ഇങ്ങനെ തട്ടിക്കുമ്പോഴേ ബിഗ് ബോസ് 7-ാം ദിവസം എല്ലാവരും കൺഫെഷൻ റൂമിലേക്ക് വരിക, എല്ലാവരും കയറി വരുമോ ചിലപ്പോൾ മാറി. ആഗ്രഹമുണ്ട്, കിട്ടണം. നീ പറഞ്ഞ വേണ്ടേ ഇതാ എന്താണ് ന്യൂസ് ചാനലിലെ വാർത്ത വായിക്കണല്ല, വാർത്ത വോയിസ്, അതായത് നമ്മൾ എഴുതി കാണിക്കില്ലേ, എഴുതി കാണിച്ച് കഴിയുമ്പോഴത്തേനും ബാക്കിൽ പോണേ ഓഡിയോ വോയിസ് ഓവർ. ഓക്കെ, അത് ഒരു സിനിമയുടെ സാധനം എടുക്കുക. പൃഥ്വിരാജിൻ്റെ പുതിമുഖം എന്ന സിനിമയിൽ ഒരു വോയിസ്.
തല്ലി തോപ്പിക്കാനോ ജയിച്ച് കാണിക്കാനോ തിരിച്ചു വന്നല്ല, ജീവിക്കാൻ പഠിക്കാൻ വേണ്ടി വന്നാടാ. പക്ഷെ സമ്മതിക്കില്ല നീ. താളം കൊട്ടി മാത്രം ശീലിച്ചൊരു ശുദ്ധ ബ്രാഹ്മണടാ ഞാൻ. എൻ്റെ കാലിൻ്റെ താഴെ ഇപ്പോൾ നിന്നെ നെഞ്ച് പിടയ്ക്കുന്ന താളവാ. ഈ ഡയലോഗ്, പൃഥ്വിരാജിൻ്റെ ഡയലോഗ് നമ്മുടെ വാർത്ത വായിക്കുന്ന വോയിസ് ഓവർ പറഞ്ഞാൽ എങ്ങനെയിരിക്കുന്നു നമുക്ക് കേട്ടു. തല്ലിത്തോപ്പിക്കാനോ ജയിച്ചു കാണിക്കാനോ തിരിച്ചു വന്നതല്ല, ജീവിക്കാൻ പഠിക്കാൻ വേണ്ടി താളം കൊട്ടി മാത്രം ശീലിച്ചൊരു ശുദ്ധ ബ്രാഹ്മണനാണ് ഞാൻ. എൻ്റെ കാലിൻ്റെ താഴെ ഇപ്പോൾ നിന്റെ നെഞ്ചു പിടക്കുന്ന താളമാണ് ഞാനെന്ന് ആഞ്ഞു ചവിട്ടിക്കഴിഞ്ഞാൽ കച്ചേരിക്ക് കൊട്ടി നിർത്തുന്ന പോലെ ഇതും നിലക്കും. കൊച്ചുന്തേ അജയ് കുമാർ, മീഡിയ ന്യൂസ്, അടിമാലി. മധു ബാലകൃഷ്ണൻ സാറിൻ്റെ വോയിസും ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിച്ചേട്ടനെ അടുത്ത് നിർത്തിയിട്ട് ഞാൻ മതിച്ചേൻ്റെ വോയിസിൽ പാടിയിട്ടുണ്ട്. അത് യൂട്യൂബിലും എല്ലാം കിടക്കുന്നുണ്ട്. മതിച്ചേൻ്റെ പാടി ഒത്തിരി റീച്ചായ വീഡിയോസ്. കൊഞ്ചും നേരം കൊഞ്ച നേരം കൊഞ്ചി പേസക്കൂടാതാ, അന്ത് നേരം അന്തി നേരം അൻപ് തൂരൽ പോടാതാ. കൊഞ്ചും നേരം കൊഞ്ച നേരം കൊഞ്ചി പേസക്കൂടാതാ, അന്ത് നേരം അന്തി നേരം അൻപ് തൂരൽ പോടാതാ. അപ്പോൾ നമ്മുടെ ഷോയുടെ അവസാനമായിട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പാട്ട് പാടി നമുക്ക് അവസാനിപ്പിക്കാം. അടിപൊളിയാണ്. അതെന്താണ് അടിപൊളി? അടിപൊളിയായിട്ടുള്ള ഏതെങ്കിലും പാട്ട്. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിലുള്ള പാട്ട് പാടാം. ഇല്ലുമിനാട്ടി പാടാം. ഓ പഠിക്കൂ. നീ വന്നടാ, വരുന്നുണ്ടോ കണ്ണാ? അറിയാമോ പാട്ട്? ചെറുതായിട്ട്. നീ എല്ലാം വിളി ചെറുതായിട്ട്. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, ഇന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്തു വെച്ച രക്ഷകനെ സംഹാരകനെ, നീ ഞങ്ങൾക്കായി വന്നവനെ. ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ കുമ്പിട്ട് നില്ല്, ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും சொல்லு, ഇവനെ പഴമാകാ എന്നും ജനത്തിരക്ക്, കാലം എടുത്തു വെച്ചാൽ സ്വർഗം വരും അണ്ടർവേൾഡ്. ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തനി നാടൻ കൊലമല്ലോ മിനാട്ടി. ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തടി നാടൻ കൊലമല്ലോ മിനാട്ടി.